കോൺഗ്രസിനെ ആണിയടിച്ചുകൊണ്ട് സരിഞ്ഞിറങ്ങിയ ഗ്യാപ്പിലേക്കാണ് ബി.ജെ.പിയെ വെട്ടിലാക്കിക്കൊണ്ട് സന്ദീപ് വാര്യർ കൂടുകയറിയത്. ബി.ജെ.പിയുമായി ഇടംതിരിഞ്ഞ നിമിഷം മുതൽ സന്ദീപും CPM-ലേക്കെന്ന ചർച്ചകൾ സജീവമായിരിക്കെയാണ് ഒരു ട്വിസ്റ്റ് നടത്തിക്കൊണ്ട് കോൺഗ്രസിൽ ചേർന്നത്. ഇതാ ഇപ്പോൾ എന്തുകൊണ്ട് സന്ദീപ് CPM-ൽ ചേർന്നില്ല എന്നതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഈ ഉത്തരം തന്നതാവട്ടെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച അധ്യാപക സംഘടന നേതാവ് ഹരിഗോവിന്ദനാണ്. ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിയിൽ വെട്ടിക്കൊന്ന CPM-ലേക്ക് സന്ദീപിന് എങ്ങനെ പോകാൻ കഴിയുമെന്ന് താൻ ചോദിച്ചു. ആ ചോദ്യം സന്ദീപിനെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ഇടത്തേക്ക് ചരിയാതെ വലത്തേക്ക് സന്ദീപ് ചരിഞ്ഞത്. സന്ദീപ് ചോദിക്കുന്നത് പാർട്ടി നൽകണം, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സന്ദീപിനെ കൊണ്ടുപോകാനായിരുന്നു CPM പദ്ധതിയെന്നും അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷം സന്ദീപിന്റെ CPM പ്രവേശനം എന്നായിരുന്നു തിരക്കഥയെന്നും കൂടി പറയുകയാണ്. ആ തിരക്കഥയാണ് അവർ പൊളിച്ചതെന്നും ഹരിഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ BJPക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് പാലക്കാട്. ആ സ്ഥിതിക്ക് BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് ആരെയൊക്കെ കൊണ്ടുവരാം എന്ന ചർച്ച നേരത്തെ തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നു. BJPയുടെ ഓപ്പറേഷൻ കമലിന് പകരമായി ഓപ്പറേഷൻ ഹസ്ത നടത്തുന്നതിനെ പറ്റി ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയാണ് സന്ദീപിലേക്ക് എത്തിയത്. സന്ദീപ് CPM-ൽ ചേരാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ ശ്രമിച്ചു നോക്കിയതാണ് ഈ രാഷ്ട്രീയ ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണമെന്ന് കൂടി ഹരിഗോവിന്ദൻ പറയുകയാണ്. അതുമാത്രമല്ല സന്ദീപിന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണെന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. സന്ദീപിന്റെ അമ്മ ഹരിഗോവിന്ദന്റെ ഒപ്പം അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു. അവരുമായി നല്ല ബന്ധമായിരുന്നു. സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ്. നിങ്ങൾ CPM-ലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് സന്ദീപിനോട് പറഞ്ഞതിനാലാണ് സന്ദീപ് കോൺഗ്രസിന്റെ കൈപിടിച്ചത്. സന്ദീപിന്റെ ആകെയുള്ള ആവശ്യം ഒന്നു മാത്രമായിരുന്നു, BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല സംരക്ഷണം കൊടുക്കണം, അത്രമാത്രം. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സന്ദീപിനെ കൊണ്ടുപോകാനായിരുന്നു CPM പദ്ധതിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ചർച്ച നടത്തിയ ശേഷം സന്ദീപിന്റെ CPM പ്രവേശനം എന്നായിരുന്നു CPM തിരക്കഥ. ആ തിരക്കഥ കോൺഗ്രസ് പൊളിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി താമസിച്ച ഹോട്ടലിലാണ് ദീപാദാസ് മുൻഷി താമസിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ചർച്ച നടന്നത്. മുഖ്യമന്ത്രി ഹോട്ടലിൽ എത്തുന്നതിന് നിമിഷങ്ങൾ മുൻപായിരുന്നു കോൺഗ്രസ് അവസാന പദ്ധതിയും തയ്യാറാക്കിയത്. അങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുന്ന പാലക്കാട് പല ട്വിസ്റ്റുകൾക്കും വഴിമാറുന്നുണ്ട്. അതിനിടയിൽ കള്ളപ്പണവും ചാക്കും നൂലും പെട്ടിയും ഒക്കെ മറ്റൊരു വശത്ത്. സന്ദീപ് കോൺഗ്രസ് കൈപിടിച്ചെങ്കിലും പാലക്കാട് ആരുടെ കൈപിടിക്കുമെന്ന് ഈ മാസം 23-ന് ഫലപ്രഖ്യാപനം വരുമ്പോൾ കണ്ടറിയാം.